ഹായ്, ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഇത് ഉപകരിക്കും. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അഥവാ ചൈനീസ് വൻമതിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. മനുഷ്യനിർമ്മിതമായ മഹാത്ഭുതങ്ങളിലൊന്നാണ് ചൈനയിലെ വൻമതിൽ. ശാഖകളടക്കം 6325 കിലോമീറ്റർ നീളമുള്ള വൻമതിൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുവാണ്. ലോകത്തെ 7 അത്ഭുതങ്ങളിലൊന്നായ ചൈനയിലെ വൻമതിൽ വടക്കിൽ നിന്നുള്ള ഗോത്രവർഗ ശത്രുക്കളെ നേരിടാൻ നിർമ്മിച്ചതായിരുന്നു. പുറത്തു നിന്നുള്ള കടന്നുകയറ്റം നിയന്ത്രിക്കാൻ വേണ്ടി ചൈനയ്ക്ക് മറ്റൊരു വൻമതിൽ കൂടിയുണ്ട്. ഇന്റർനെറ്റിലാണിത്. ഗ്രേറ്റ് ഫയർവാൾ ഓഫ് ചൈന എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചൈനയുടെ അകത്തുള്ള നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്ക് അവരുടെ സമ്മതമില്ലാത്ത വെബ്സൈറ്റുകളെ അല്ലെങ്കിൽ സർവീസുകളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയാണിത്. വളരെ സങ്കീർണമായ ഫിൽറ്റേഴ്സും ബ്ലോക്കേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണിത്. ഓരോ രാജ്യത്തെയും പൗരന്മാരുടെ സ്വകാര്യതയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പൗരന്മാരുടെ സ്വകാര്യതയ്ക്ക് ഏറെ പരിഗണന നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ അയൽരാജ്യമായ ചൈനയിൽ കാര്യങ്ങൾ മറ്റൊരു വഴിക്കാണ് നീങ്ങുന്നത്. ഇവിടുത്തെ ഓരോ വ്യക്തിയും സർക്കാരിന്റെ നിരീക്ഷണത്തിലാണ്. ഇതിനായി അത്യാധുനിക സംവിധാനങ്ങളാണ് ചൈനീസ് സർക്കാർ സ്ഥാപിച്ചിരിക്കുന്നത്. ചൈനയിൽ ആരും കാണേണ്ട ആവശ്യമില്ലെന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നതൊക്കെ അതിൽ കുരുങ്ങും. സോഷ്യൽ മീഡിയ, വെസ്റ്റേൺ ലോകത്തെക്കുറിച്ചുള്ള വാർത്തകൾ, പോൺ വെബ്സൈറ്റുകൾ ഇവയൊക്കെ ഫിൽറ്ററിൽ തട്ടിക്കിടക്കുകയാണ്. ഹാഷ്ടാഗുകൾ പ്രചരിക്കാതെ കൊന്നുകളയുന്നതും ഒരു ദിനചര്യയാണ്. 70 കോടിയിൽ കൂടുതൽ ഇന്റർനെറ്റ് യൂസേഴ്സ് ഉള്ള ചൈനയായിരിക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് യൂസേഴ്സ് ഉള്ള രാജ്യം. പക്ഷേ ചൈനയിൽ ഇന്റർനെറ്റ് ലഭ്യമാണെന്ന് പറയാമെങ്കിലും മുഴുവൻ ഇന്റർനെറ്റും ലഭ്യമല്ല. ഇന്റർനെറ്റ് രാജ്യത്ത് വന്നപ്പോൾ ഒരു നല്ല കാര്യമായി തുടക്കത്തിൽ തോന്നിയെങ്കിലും പിന്നീട് അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും എന്നായപ്പോൾ നിയന്ത്രണങ്ങൾ വന്നു. 1998 ഇന്റർനെറ്റ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്താണ് ചൈന ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ CDP എന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ചൈനയിൽ രൂപീകരിക്കപ്പെട്ടത്. ഈ പുതിയ പാർട്ടി ഇന്റർനെറ്റ് നന്നായി ഉപയോഗിച്ചായിരുന്നു പ്രചരണങ്ങൾ നടത്തിയിരുന്നത്. ഇതിനെ തുടർന്ന് CDPയെ ചൈനയിൽ നിരോധിക്കുകയും ഇതിന്റെ നേതാക്കളെ ജയിലിൽ അടക്കുകയും ചെയ്തു. ഇവിടെ നിന്നുമാണ് ഗ്രേറ്റ് ഫയർവാൾ ഓഫ് ചൈനയുടെ തുടക്കം. ഡിജിറ്റൽ യുഗത്തിന്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ചൈന ഭരണകൂടത്തിൽ പിടിച്ചു തൂങ്ങാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഓൺലൈൻ സാങ്കേതിക ലോകത്ത് എന്തൊക്കെ സേവനങ്ങളുണ്ട് അതെല്ലാം ചൈന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു. രാജ്യസുരക്ഷാ രേഖകളെല്ലാം പ്രാദേശിക ഭാഷകളിൽ അവരുടെ സെർവറുകളിൽ സൂക്ഷിക്കുന്നു. രാജ്യത്തെ ടെലികോം നെറ്റ്വർക്കുകൾ വഴിയുള്ള എല്ലാ നീക്കങ്ങളും അധികൃതർ നിരീക്ഷിക്കുന്നു. സാങ്കേതിക സംവിധാന സുരക്ഷയിൽ ചൈനീസ് അതിർത്തികൾ സുരക്ഷിതമാണ്. ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും വർഷത്തിൽ 1-ൽ കൂടുതൽ ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോൾ ചൈന എന്നും സുരക്ഷിതമാണ്. അല്ലെങ്കിൽ ഒന്നും പുറംലോകം അറിയുന്നില്ല. അറിയാനുള്ള വഴികൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. സൈനിക ആയുധബലത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഭീകരർ നുഴഞ്ഞുകയറി ആക്രമണം നടത്തുമ്പോൾ ചൈനയിൽ മാത്രം അതത്ര എളുപ്പമല്ല. സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് ഒട്ടുമിക്ക ഭീകരരും നുഴഞ്ഞുകയറി ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. എന്നാൽ അത്തരം സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ചൈനയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഭീകരർ നടത്തുന്ന ഒട്ടുമിക്ക ആക്രമണങ്ങളും GPS-ന്റെയും ഗൂഗിൾ മാപ്സിന്റെയും സാറ്റലൈറ്റ് ഫോണുകളുടെയും സഹായത്തോടെയാണ്. എന്നാൽ ഈ സേവനങ്ങളൊന്നും വർഷങ്ങളായി ചൈനയിൽ അനുവദിക്കില്ല. എല്ലാറ്റിനും നിയന്ത്രണങ്ങളുണ്ട്. ചൈന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങളാണ് രാജ്യത്തെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഗൂഗിളിന്റെ ഒട്ടുമിക്ക സർവീസുകളും ചൈനയിൽ വിലക്കിയിരിക്കുകയാണ്. ഗൂഗിൾ സെർച്ച്, ഗൂഗിൾ പ്ലസ്, ഗൂഗിൾ മാപ്പ്, Gmail തുടങ്ങിയ ജനപ്രിയ സർവീസുകളൊന്നും തന്നെ ചൈനയിൽ ലഭിക്കില്ല. GPS സംവിധാനവും ചൈനയിൽ എത്തിയാൽ ലഭിക്കില്ല. ഇതെല്ലാം രാജ്യസുരക്ഷയ്ക്കാണെന്ന് ചൈനീസ് സർക്കാരിന് വാദിക്കാമെങ്കിലും ഇന്റർനെറ്റിലെ വ്യക്തി സ്വകാര്യതയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഒരു സ്ഥാനവും ഇവിടെ നൽകുന്നില്ല. ലോകത്തെ മുൻനിര ചാര സംഘടനകളെയും ഭീകരരെയും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സോഷ്യൽ മീഡിയകളാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളൊന്നും തന്നെ ചൈനയിൽ കിട്ടില്ല. യൂട്യൂബിന് പോലും ഇവിടെ നിയന്ത്രണങ്ങളുണ്ട്. ഇതിനാൽ തന്നെ ഇവിടുത്തെ ജനങ്ങളിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നോ രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിക്കില്ല. മെയിൽ വഴിയുള്ള രേഖകളൊന്നും രാജ്യത്തിന് പുറത്തേക്ക് പോകില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സെൻസർഷിപ്പ് സംവിധാനം പ്രവർത്തിക്കുന്നത് ചൈനയിലാണെന്ന് ഇതുകൊണ്ട് തന്നെ പറയാം. ഗൂഗിൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം തുടങ്ങി ആയിരക്കണക്കിന് വെബ്സൈറ്റുകളാണ് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഭരണപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്നതും 1989 ടിയാൻമാൻ സ്ക്വയർ കൂട്ടക്കൊല സംബന്ധിച്ച വാർത്തകളും എല്ലാം നിരോധിക്കപ്പെട്ടവയിൽ ചിലത് മാത്രമാണ്. ചൈനയിലെ സെൻസർഷിപ്പ് സ്വകാര്യ പൊതുമേഖലകളിലെ പങ്കാളിത്തത്തിലാണ് നടക്കുന്നത്. ഭരണകൂടം നിർണ്ണയിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറങ്ങിത്തിരിയാൻ മാത്രമേ ഇന്റർനെറ്റ് കമ്പനികൾക്ക് സാധിക്കുകയുള്ളൂ. തലതിരിഞ്ഞ രീതിയിലുള്ളൊരു ഭീഷണിയാണിത്. സർക്കാരിന്റെ താളത്തിനൊത്ത് തുള്ളിയില്ലെങ്കിൽ രാജ്യദ്രോഹികളെ സഹായിക്കുന്നുവെന്ന കുറ്റം ആരോപിച്ച് കമ്പനി അടച്ചിടാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ ജയിലിൽ കഴിയുന്നതും ചൈനയിലാണ്. സോഷ്യൽ മീഡിയ നിരീക്ഷിക്കാനും അന്വേഷണ ഫലം മേലുദ്യോഗസ്ഥരെ അറിയിക്കാനുമായി ഒരു സൈന്യം തന്നെ ചൈനയ്ക്കുണ്ട്. 20 ലക്ഷത്തോളം ഇന്റർനെറ്റ് ഒപ്പീനിയൻ അനലിസ്റ്റുകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം 2013 സർക്കാർ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. ഇത്രയും അധികം ജനങ്ങളെ ബാക്കിയുള്ള പൗരന്മാരെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം നിയമിക്കുക എന്ന കാര്യം ചിന്തിച്ചു നോക്കിയാൽ തന്നെ സംഭവത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള അവകാശമൊക്കെ ചൈനയിൽ എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഒരേ ചിന്താഗതിക്കാരുമായി കൂട്ടുകൂടാനോ ചർച്ച നടത്താനോ സാധ്യമല്ല. കളക്റ്റീവ് ആക്ഷൻ എന്നതുമായി സാമ്യമുള്ള കൂട്ടപ്രകടനം, ബഹുജന സമ്മേളനം,
ഓൺലൈൻ ക്യാമ്പയിൻ തുടങ്ങിയ വാക്കുകൾ അടങ്ങിയ പോസ്റ്റുകൾ താനെ ഡിലീറ്റ് ആവും, അല്ലെങ്കിൽ വെബ്സൈറ്റ് തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടും. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയെന്ന നിർദ്ദേശമാണ് കമ്പനികൾ നൽകുന്നത്. ആഗോള ഇന്റർനെറ്റ് സൗകര്യം പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യാനാണ് ചൈനയുടെ നീക്കം. ഈ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ രാജ്യത്ത് വിദേശ ഇന്റർനെറ്റ് VPNകൾ ബ്ലോക്ക് ചെയ്യാനും ചൈന തീരുമാനിച്ചിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന തീരുമാനമായിരുന്നു ഇത്. VPNകൾ ഉപയോഗിച്ച് ബ്ലോക്കായ വെബ്സൈറ്റുകളും മറ്റ് സർവീസുകളും ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. ചൈന മൊബൈൽ, ചൈന യൂണികോം, ചൈന ടെലികോം തുടങ്ങി സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്പനികൾക്ക് തന്നെയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. VPNകൾ നിരോധിക്കാനുള്ള തീരുമാനം വിദ്യാഭ്യാസ രംഗത്തെയും സോഫ്റ്റ്വെയർ നിർമ്മാതാക്കളെയും വിദേശികളായ ബിസിനസ്സുകാരെയും ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം VPNകൾ വഴി നിഷ്പ്രയാസം കമ്പനി ആസ്ഥാനവുമായി ആശയവിനിമയം നടത്താൻ ഏറെ സഹായിക്കുന്നതാണ്. കൂടാതെ കമ്പനികളുടെ ഔദ്യോഗിക വിവരങ്ങൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാനും സാധിക്കും. റെഗുലേറ്ററി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ഒരു പ്രമുഖ ചൈനീസ് VPN കമ്പനി പ്രവർത്തനരഹിതമാക്കേണ്ടി വന്നിരുന്നു. സ്വകാര്യത പൗരന്റെ മൗലികാവകാശമായി പ്രഖ്യാപിച്ച് ഇന്ത്യ ഈ ലോകത്ത് ചരിത്രം കുറിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ചൈനയുടെ പോക്ക് എതിർദിശയിലാണ്. കർശന നിയമങ്ങളും കർക്കശ നിലപാടുകളുമായി കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വാതന്ത്ര്യം പുനർനിർവചിക്കുന്ന ചൈനയിലെ പുതിയ സൈബർ നിയമപ്രകാരം സർക്കാർ ID ഉപയോഗിച്ച് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള യഥാർത്ഥ വ്യക്തികൾക്ക് മാത്രമേ ഇന്റർനെറ്റിൽ എവിടെയും ഒരു കമന്റ് എങ്കിലും എഴുതാൻ പറ്റൂ. തൂലികാനാമം ഉപയോഗിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ തിരഞ്ഞുപിടിച്ച് തുറങ്കിലടക്കുന്നതിന്റെ അധ്വാനം കുറയ്ക്കാനാണ് അഭിപ്രായ പ്രകടനത്തിനു മുൻപേ ആളാരാണെന്ന് വ്യക്തമായിരിക്കണമെന്ന നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിയമം നടപ്പാക്കുന്നതിന് വിവിധ സോഷ്യൽ നെറ്റ്വർക്കുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ചില ഇന്റർനെറ്റ് സർവീസുകൾ ചൈനയിൽ ലഭ്യമല്ല. പ്രോക്സി സെർവറുകളും VPNകളും ഉപയോഗിച്ച് ബ്ലോക്കായ ഇത്തരം സർവീസുകൾ ഉപയോഗിക്കാമെങ്കിലും ഓരോ ദിവസം കഴിയുമ്പോഴും ഇവയും ബ്ലോക്ക് ആവുന്നുണ്ട്. ഇന്ന് ഗൂഗിളിന്റെ ഒരു വെബ്സൈറ്റും ചൈനയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിൽ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ മാപ്സ് കൂടാതെ യൂട്യൂബും ഉൾപ്പെടും. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ബിങ് കൂടാതെ യാഹൂ എല്ലാം ബ്ലോക്ക്ഡ് ആണ്. ബ്ലോക്ക് ചെയ്യുന്നവർക്ക് വേർഡ്പ്രസ് അല്ലെങ്കിൽ ബ്ലോക്ക് സ്പോട്ടും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിനൊക്കെ പകരം ചൈനയുടെ തന്നെ വെബ്സൈറ്റുകളോ ആപ്ലിക്കേഷനുകളോ ലഭ്യമാണ്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനായ ഗൂഗിളിന് പകരം ചൈനയിൽ ഉപയോഗിക്കാൻ സാധിക്കുക ബൈഡു എന്ന വെബ്സൈറ്റ് ആണ്. ട്വിറ്ററിന് പകരക്കാരനായി വെയ്ബോ ഉണ്ട്. വിചാറ്റ് നമ്മളിൽ പലർക്കും പരിചയമുണ്ടാവും. ഇതിന് ഫേസ്ബുക്ക് പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് പറയാം. യൂട്യൂബിന് പകരമായി യോക്കു ആണുള്ളത്. ചൈനയിൽ ഇപ്പോൾ വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് ഗൂഗിൾ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ പോലെയുള്ള സർവീസുകൾ എന്താണെന്ന് പോലും അറിയില്ല. ഇവയിൽ പലതും വെസ്റ്റേൺ ആപ്ലിക്കേഷനുകളുടെ കോപ്പി ആയിരുന്നുവെങ്കിലും ഇപ്പോൾ മറ്റു രാജ്യങ്ങളുടെ ഡെവലപ്പർമാർ വിചാറ്റ് പോലെയുള്ള ചൈനീസ് ആപ്ലിക്കേഷനുകളെ ആണ് കോപ്പി ചെയ്യുന്നത്. ഒരേ സമയം വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, സ്കൈപ്പ്, ഊബർ, ആമസോൺ പോലെയുള്ള എല്ലാ സർവീസുകളും വിചാറ്റ് നൽകുന്നുണ്ട്. പണം അയക്കാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ മുതൽ ചില സ്ഥലങ്ങളിൽ എത്ര ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നു എന്ന് നോക്കാൻ പോലും ഇതിൽ ഓപ്ഷൻ ഉണ്ട്. ചൈനയിൽ ഇന്റർനെറ്റിന് ഇത്രയും നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ചൈനയുടെ തന്നെ ഭാഗമായ ഹോങ്കോങ്, മക്കാവോ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സാധാരണ പോലെ നിയന്ത്രണങ്ങളില്ലാതെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ഗവൺമെന്റിനെതിരെ ഇന്റർനെറ്റിൽ ശബ്ദമുയർത്തിയാൽ അതിന് കടുത്ത ശിക്ഷയാണ് ചൈനയിൽ നൽകി വരുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പടമുള്ള പോസ്റ്ററിൽ മഷി കുടയുന്നതിന്റെ വീഡിയോ ട്വിറ്ററിലൂടെ തത്സമയം പോസ്റ്റ് ചെയ്ത യുവതി ഈയിടെ അറസ്റ്റിലായിരുന്നു. ട്വിറ്ററിന് ചൈനയിൽ വിലക്കുണ്ടെങ്കിലും സെൻസറിംഗ് മറികടന്ന് പ്രവർത്തിക്കുന്ന VPN സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്വിറ്റർ ഉപയോഗിക്കാൻ സാധിക്കാറുണ്ട്. ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ വിവരങ്ങൾ ഗവൺമെന്റുമായി പങ്കിടാൻ സമ്മതിക്കുന്ന കമ്പനികളെ മാത്രമാണ് ചൈനയുടെ ഗ്രേറ്റ് ഫയർവാൾ വഴി കടത്തിവിടുക. ചൈനയിലെ സെൻസർഷിപ്പ് നയങ്ങൾക്ക് അനുസരിച്ചുള്ള പുതിയ സെർച്ച് എഞ്ചിൻ രൂപീകരണത്തിന് ഗൂഗിൾ ആരംഭം കുറിച്ചതായി റിപ്പോർട്ട് വന്നിരുന്നു. ചില വിഷയങ്ങൾ നീക്കം ചെയ്യുന്ന ഫിൽറ്ററിനെ പോലെ പ്രവർത്തിക്കുന്ന സെർച്ച് എഞ്ചിൻ കമ്പനിയുടെ ആഭ്യന്തര നെറ്റ്വർക്കുകളിൽ പരീക്ഷണത്തിന് തയ്യാറായി കഴിഞ്ഞു. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഡിവൈസുകൾക്ക് വേണ്ടിയുള്ള ആപ്പ് എന്ന നിലയിൽ മാത്രമായിരിക്കും ആദ്യം ഇതിന്റെ പ്രവർത്തനം, പിന്നീടായിരിക്കും ഡെസ്ക്ടോപ്പിലേക്ക് മാറുക. എന്നാൽ ഇതിന്മേൽ ഗൂഗിളോ ചൈനയോ ഔദ്യോഗികമായി ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. സെൻസർഷിപ്പ്, ഹാക്കിംഗ് വിഷയങ്ങളിൽപ്പെട്ട് 2010 ഗൂഗിൾ ചൈനയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. ചൈനയിലെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ജിമെയിൽ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തതിന്റെ പേരിൽ ഉൾപ്പെടെയാണ് ഭരണകൂടവുമായി ഗൂഗിൾ അസ്വാരസ്യത്തിലായത്. തിരിച്ചുവരവിലും ഏതാനും കാര്യങ്ങളിൽ സെർച്ച് എഞ്ചിനിൽ സെൻസർഷിപ്പ് ഉണ്ടാവും. മനുഷ്യാവകാശം, ജനാധിപത്യം, മതം, സമാധാന സമരങ്ങൾ തുടങ്ങിയ വാക്കുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 70 കോടിയിൽ കൂടുതൽ ഇന്റർനെറ്റ് യൂസേഴ്സ് ഉള്ള ഒരു രാജ്യത്ത് തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ ഒരു ഇന്റർനെറ്റ് കമ്പനി ശ്രമിക്കുന്നതിൽ ഒരത്ഭുതവുമില്ല. ഇനി ഫേസ്ബുക്കിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവരുടെ മുന്നേറ്റം ഇനി ഒരിക്കലും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല. അവർക്കിനി കൂടുതൽ ആളുകളെ പെട്ടെന്ന് ചേർക്കണമെങ്കിൽ ചൈന പോലെ ഒരു രാജ്യം തുറന്നു കിട്ടിയേ മതിയാകൂ. ഫേസ്ബുക്കിനോട് ചൈന കടക്കുപുറത്തു എന്ന് പറയുന്നത് 2009 അടുത്ത കാലത്ത് ഇന്നോവേഷൻ ഹബ് എന്ന പേരിൽ ചൈനയ്ക്കുള്ളിൽ അവരുടെ ഒരു അനുബന്ധ കമ്പനി തുടങ്ങാനുള്ള അനുമതി കിട്ടിയിരുന്നു. എങ്കിലും അതിന്റെ സന്തോഷം 24 മണിക്കൂർ പോലും നീണ്ടുനിന്നില്ല. ചൈന സർക്കാർ അനുമതി പിൻവലിച്ചു. അമിതമായ വീഡിയോ ഗെയിം മൂലം കുട്ടികളിൽ വർദ്ധിക്കുന്ന ഷോർട്ട് സൈറ്റ് തടയാൻ ഓൺലൈൻ ഗെയിമുകൾക്ക് കർശന നിയന്ത്രണം ഈയിടെ ചൈനീസ് സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. ഇതോടെ രാജ്യത്തെ വീഡിയോ ഗെയിം കമ്പനികളുടെ ഓഹരി നിലവാരം ഇടിഞ്ഞു. നിലവിലുള്ള ഗെയിമുകളുടെ കണക്കെടുക്കുന്നതിന് പുറമെ പുതിയ ഗെയിം ഇറക്കുന്നതിനും ശക്തമായ നിയന്ത്രണമുണ്ടാകും.
ഇറക്കുമതി ചെയ്യുന്ന വീഡിയോ ഗെയിമുകൾക്ക് ചൈന ഫെബ്രുവരി മുതൽ അംഗീകാരം നൽകിയിരുന്നില്ല. രാജ്യത്തെ കമ്പനികൾക്ക് മെയ് മുതൽ പുതിയ ലൈസൻസുകൾ നൽകുന്നുമില്ല. ഇന്റർനെറ്റിന് മാത്രമല്ല ടെലിവിഷൻ ചാനലുകളുടെ കാര്യത്തിലും സിനിമകളുടെ കാര്യത്തിലും കൂടി ഇത്തരം സെൻസർഷിപ്പുകളുണ്ട്. ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതനുസരിച്ച് മൂവീസിനെ കുറിച്ചുള്ള ഒരു ഭാഗം കൂടി ഈ വീഡിയോയിൽ കൂട്ടിച്ചേർക്കുകയാണ്. കഴിഞ്ഞ ചില വർഷങ്ങളിൽ ഇറങ്ങിയ അനേകം ഹോളിവുഡ് മൂവീസിൽ നമുക്ക് ചൈനീസ് ആക്ടേഴ്സിനെയും ചൈനീസ് പ്രൊഡക്റ്റുകളുടെ പരസ്യങ്ങളും കാണാൻ സാധിക്കും. നാലാമതായി ഇറങ്ങിയ ട്രാൻസ്ഫോമേഴ്സ് മൂവി ഇതിനുള്ള നല്ല ഒരു ഉദാഹരണമാണ്. ഇതിനുള്ള കാരണം ചൈനയിലുള്ള മിഡിൽ ക്ലാസ് ആൾക്കാരുടെ വർധനവാണ്. മൂവി ഇൻഡസ്ട്രിക്കുള്ള ഒരു നല്ല മാർക്കറ്റാണ് ചൈന. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മൂവി മാർക്കറ്റും ചൈനയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമകൾ അടക്കം ചൈനയിലും റിലീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അവിടെയുമുണ്ട് നിയന്ത്രണങ്ങൾ. ചൈനീസ് ഗവൺമെന്റ് ഓരോ വർഷവും ഒരു നിശ്ചിത എണ്ണം വിദേശ മൂവീസ് മാത്രമേ രാജ്യത്ത് അനുവദിക്കുകയുള്ളൂ. ചൈനയിൽ ഇറങ്ങുന്ന ഫോറിൻ മൂവീസിന് ചില മാറ്റങ്ങൾ വരുത്താറുണ്ട്. ചൈനയ്ക്കെതിരായുള്ള അതിന്റെ നേതാക്കളെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കുറ്റം പറയുന്ന രീതിയിലുള്ള ഒരു വാക്ക് പോലും ഇതിലുണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ റിലീസിന് മുൻപേ എഡിറ്റ് ചെയ്ത് ആ ഭാഗം വേറെ രാജ്യമാക്കി മാറ്റും. ഈ മൂവീസിന്റെ ഒക്കെ ചൈനയിലുള്ള ലാഭത്തിന്റെ ഒരു ഷെയർ മാത്രമേ മൂവി നിർമ്മാതാക്കൾക്ക് ലഭിക്കാറുള്ളൂ. എങ്കിലും അത് വളരെ വലിയൊരു തുകയായിരിക്കും. നിലവിൽ കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് ബോളിവുഡ് സിനിമകൾ ചൈനയിൽ റിലീസ് ചെയ്യുന്നത്. പല ഇന്ത്യൻ മൂവീസും ചൈനയിൽ റിലീസ് ചെയ്യാറുണ്ട്. വെറും 27 ദിവസം കൊണ്ട് ബജ്രംഗി ഭായ്ജാൻ ചൈനയിൽ നിന്ന് വാരിയത് 287 കോടി രൂപയാണ്. ഇന്റർനെറ്റ് യുഗത്തിലും ചൈന പരിക്കേൽക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു കാരണം അവരുടെ വ്യക്തമായ തന്ത്രങ്ങൾ തന്നെയാണ്. ഒഴുക്കിനൊപ്പം നീന്താതെ മാറി നിൽക്കുന്നു എങ്കിലും സൈബർ യുഗത്തിൽ നിലനിൽപ്പിനുള്ള പോരാട്ടം തുടരണമെങ്കിൽ എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും ഈ രാജ്യത്തിന് നല്ല ബോധമുണ്ട്. ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്രയധികം അധികാരമാണ് ഈ രാജ്യത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാൻ. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള കഴിവുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ വീഡിയോയുടെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള വാട്സ്ആപ്പ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചില വീഡിയോകൾ കൂടി ഈ ചാനലിലുണ്ട്. See you next time. Have a great day.